ഉസ്മാനെ, പാത്തു, എണീക്ക്. വേഗം എണീറ്റൂടി, അത്താഴം കഴിക്കണ്ടേ? ടൈം ആയി ഉമ്മി. പിന്നല്ലാതെ ടൈമൊക്കെ ആയി. ഇതാ ഞാൻ പറയുന്നേ, നേരത്തെ ഉറങ്ങണമെന്ന്. നിങ്ങളെ വിളിച്ചാൽ നിങ്ങൾ എണീക്കത്തില്ലാന്ന് എനിക്കറിയാലോ. ഉമ്മി, ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. എന്നാ നിങ്ങൾ നോമ്പ് നോൽക്കണ്ട. ഉമ്മി, ഞാൻ എണീറ്റു. എനിക്ക് നോൽക്കണം. എനിക്ക് നോൽക്കണം. നിങ്ങൾ ഇന്നലെ രാത്രി വിളിക്കണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ വിളിച്ചത് തന്നെ. നിങ്ങൾക്ക് രണ്ടാക്കും നോൽക്കാൻ കഴിയോ? കഴിയോ ഉമ്മി? എന്ന മക്കളെ, പല്ല് തേച്ച് വേഗം വരി. ഉമ്മ അത്താഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ശരി ഉമ്മി. അല്ല ഉസ്മാനെ, ഇജ്ജ് നോമ്പ് നോൽക്കില്ലേ? ഓ, നോമ്പിനെന്തെങ്കിലും നിനക്കൊന്ന് നന്നായിക്കൂടെ? ഞാൻ നിന്റെ കാക്കയല്ലേ, ആ റെസ്പെക്ട് എന്തെങ്കിലും തരണ്ട നീ. അത് മാത്രം പറയരുത്. എന്നാ വേഗം എണീറ്റ് പോര്. ഭക്ഷണം കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. ഇപ്പൊ ബാങ്ക് വിളിക്കും. അതവള് പറഞ്ഞ കാര്യ. ബാങ്ക് ഇപ്പൊ വിളിക്കും. നല്ലോണം ഭക്ഷണം കഴിക്കണം എനിക്ക്, അല്ലെങ്കിൽ നോമ്പ് നോൽക്കാൻ എനിക്ക് കഴിയത്തില്ല. പാത്തു, ഇന്ന് നീ നോമ്പ് എടുത്തിട്ടുണ്ടല്ലേ? ആ, ഇന്നാണ് തുടങ്ങുന്നേ. പാത്തു, നിനക്ക് ക്ഷീണുണ്ടോ? വെള്ളമൊന്നും കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ക്ഷീണുണ്ടോന്ന് ചോദിച്ചാ കുറച്ചൊക്കെ ഉണ്ട്. ഇപ്പൊ നല്ല വെയിലല്ലേ, വെള്ളത്തിന്റെ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ വിശപ്പൊന്നുമില്ല. അല്ല, നീ എപ്പോഴും അത്താഴം കഴിച്ചേ? 5 മണിയൊക്കെ ആയി കാണും. ബാങ്ക് വിളിക്കുന്നതിന്റെ മുന്നേ കഴിക്കണം. പിന്നെ നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല, വെള്ളം പോലും കുടിക്കാൻ പറ്റൂല. അല്ല ഉസ്മാൻ എന്തേ? അവന് നോമ്പ് എടുത്തിട്ടില്ലേ? അവനവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഫസ്റ്റത്തെ നോമ്പായത് കൊണ്ട് എല്ലാരും തറവാട്ടിലായിരിക്കും. ഞങ്ങൾ അങ്ങനെ ചെയ്യാറ്. എല്ലാവരും ഒത്തുകൂടി ഫസ്റ്റത്തെ നോമ്പ് തറവാട്ടിൽ നിന്ന് കഴിക്കാറ്. ഉപ്പന്റെ വീട്ടിൽ നിന്നാണോ? അതെ. എപ്പോഴാ എന്നിട്ട് പോകുന്നേ? ഉമ്മിയുടെ പണി കഴിഞ്ഞിട്ട് പോവാ മതി. ഉമ്മിയുടെ കഴിഞ്ഞാൽ എന്നെ വിളിക്കും. നല്ല രസമായിരിക്കില്ലേ എല്ലാരും കൂടെ ഒത്ത്? തുമ്പി, അത് പറയുമ്പോഴാ നമ്മള് അമ്മമ്മന്റെ